സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 2012 രൂപീകരിക്കപ്പെട്ട NGO ആണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. ദൈവപ്രീതിയും മാനവിക മൂല്യങ്ങളും മുൻനിർത്തി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് രൂപീകരിച്ച ഈ കൂട്ടായ്മ തൊഴിൽ, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, സംരംഭകത്വം, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പീപ്പിൾസ് ഹോം പാവപ്പെട്ട ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതാണ് പീപ്പിൾസ് ഹോം പദ്ധതി. സാമ്പത്തിക പ്രയാസം കൊണ്ട് നിർമ്മാണം നിലച്ചുപോയ വീടുകളുടെ പൂർത്തീകരണവും പദ്ധതിയുടെ ഭാഗമാണ്. സാങ്കേതിക കാരണങ്ങളാൽ സർക്കാരിൻ്റെ ഭവന പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയവരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി. പീപ്പിൾസ് ഫൗണ്ടേഷനും പ്രാദേശിക കൂട്ടായ്മകളും ഒത്തുചേർന്ന് ഇതുവരെ 1200-ലേറെ കുടുംബങ്ങളുടെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. പുതുതായി 300 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രോഗ്രാം തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയും ജനങ്ങളെയും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രോഗ്രാം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 10 പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പീപ്പിൾസ് സ്റ്റാർട്ടപ്പ് മികച്ച സംരംഭകരെ വാർത്തെടുക്കുന്നതിനായുള്ള ഈ പദ്ധതിയിൽ സാങ്കേതിക പരിശീലനങ്ങളും കൺസൾട്ടൻസി സേവനങ്ങളും ലഭ്യമാക്കുന്നു. സംരംഭകരുടെ നവീകരണം, സാങ്കേതിക സഹായങ്ങൾ, നിക്ഷേപ പങ്കാളിത്തം തുടങ്ങിയ സേവനങ്ങളും പദ്ധതിയിലൂടെ നൽകപ്പെടുന്നുണ്ട്. സംരംഭകത്വ മേഖലയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഫെസിലിറ്റേഷൻ ഏജൻസി കൂടിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. പീപ്പിൾസ് ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റ് തീരദേശ, മലയോര, ചേരി പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് പ്രാദേശിക സഹകരണത്തോടെ പരിഹാരം കാണുന്ന പദ്ധതിയാണ് ജനകീയ കുടിവെള്ള പദ്ധതി. 220 പദ്ധതികളിലായി 3500 ഗുണഭോക്താക്കൾക്ക് ഇതിനകം പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. പീപ്പിൾസ് ഇനിഷ്യേറ്റീവ് പ്രകൃതി ദുരന്തങ്ങളാലും മഹാമാരിയാലും പ്രയാസപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക പുനരധിവാസ പദ്ധതിയാണ് പീപ്പിൾസ് ഇനിഷ്യേറ്റീവ്. ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന എമർജൻസി ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമുകളുടെ ദ്രുതഗതിയിലുള്ള ജീവൻ രക്ഷാ നടപടികളും പാർപ്പിട ഉപജീവന പദ്ധതികളിലൂടെ പുനരധിവാസവും ഉറപ്പുവരുത്തുന്നതാണ് പീപ്പിൾസ് ഇനിഷ്യേറ്റീവ്. പീപ്പിൾസ് വില്ലേജ് ഭൂരഹിതരായവർക്ക് വീടൊരുക്കുന്ന ജനകീയ ഗ്രാമങ്ങളാണ് പീപ്പിൾസ് വില്ലേജുകൾ. ഐക്യവും സാഹോദര്യവും ഉദ്ഘോഷിക്കുന്ന വിവേചനങ്ങളില്ലാത്ത മാതൃകാ വാസസ്ഥലങ്ങളാണ് ഓരോ പീപ്പിൾസ് വില്ലേജുകളും. ഇതുവരെ നിർമ്മിച്ച 20 വില്ലേജുകളിലായി 235 കുടുംബങ്ങൾ ഇന്ന് ഭൂഭവന ഉടമകളായി മാറിയിരിക്കുന്നു. 13 പീപ്പിൾസ് വില്ലേജുകൾ കൂടി നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പീപ്പിൾസ് എഡ്യു സപ്പോർട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും നൽകി അവരെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കുന്ന പദ്ധതിയാണ് പീപ്പിൾസ് എഡ്യു സപ്പോർട്ട്. രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ഫെലോഷിപ്പും ഗൈഡൻസും പദ്ധതിയുടെ ഭാഗമായി നൽകി വരുന്നു. ഇതിനകം 1200-ലേറെ വിദ്യാർത്ഥികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. പീപ്പിൾസ് ഹെൽത്ത് വിവിധങ്ങളായ അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവർക്ക് ചികിത്സാ സഹായവും മികച്ച ചികിത്സാ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതാണ് പീപ്പിൾസ് ഹെൽത്ത് പദ്ധതി. വിദഗ്ധ ഡോക്ടർമാരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും ഗൈഡൻസിലൂടെ സൗജന്യവും ചെലവ് കുറഞ്ഞതുമായ ചികിത്സ ലഭിക്കുന്ന സർക്കാർ പദ്ധതികളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകി സാധാരണക്കാരന് ആശ്വാസമാവുന്ന മെഡിക്കൽ ഗൈഡൻസ് സെന്ററും പീപ്പിൾസ് ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ഉയരെ പാരാപ്ലീജിയ പുനരധിവാസ പദ്ധതി നട്ടലിന് ക്ഷതം സംഭവിച്ച, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസവും ശാക്തീകരണവുമാണ് ഉയരെ എന്ന് നാമകരണം ചെയ്ത പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള 400 കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കും. പീപ്പിൾസ് ഇൻഫോ വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സാധാരണക്കാരെ ബോധവാന്മാരാക്കുകയും അർഹരായവർക്ക് ഈ പദ്ധതികളിൽ അപേക്ഷ നൽകി നേടിയെടുക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് പീപ്പിൾസ് ഇൻഫോ. ആശ്വാസ് കൗൺസിലിംഗ് കലുഷമായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക കുടുംബാന്തരീക്ഷത്തിൽ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി പ്രവർത്തിക്കുന്നതാണ് ആശ്വാസ് കൗൺസിലിംഗ് സെൻ്ററുകൾ. 5 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ് കൗൺസിലിംഗ് സെൻ്ററുകളിൽ ഫാമിലി കൗൺസിലിംഗ്, പാരൻറ്റിംഗ്, പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ ഗൈഡൻസ്,
ജനറൽ കൗൺസിലിംഗ് എന്നിവ നൽകി വരുന്നു. കനിവ് കെയർ സെൻ്റർ ആധുനിക ചികിത്സാരീതികൾക്ക് അനുഗുണമായി ഏറ്റവും മികച്ച രോഗനിർണയ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച കനിവ് മെഡിക്കൽ സെൻ്ററിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത്യാധുനിക ലബോറട്ടറിയും സ്കാനിംഗ് സെൻ്ററും ന്യായവില മെഡിക്കൽ ഷോപ്പും ഉൾക്കൊള്ളുന്ന സെൻ്ററിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യവും ഒരുക്കും. ജൂലൈ 30 മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരന്തം പെയ്തിറങ്ങിയ ദിവസം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ദിവസം. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സകലതും ഉരുളെടുത്ത ദിവസം. 300-ലേറെ മനുഷ്യജീവനുകൾ പൊലിഞ്ഞുപോയ മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും നേരം പുലരും മുമ്പ് തന്നെ നാടിൻ്റെ നാനാദിക്കിൽ നിന്ന് ഓടിയെത്തിയ മനുഷ്യരിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ കർമ്മഭടന്മാരുമുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ ദുരന്ത നിവാരണത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ IRW വളണ്ടിയർമാർ റെസ്ക്യൂ ഓപ്പറേഷനിൽ സജീവമായി. ദുരന്ത നിവാരണ രംഗത്ത് പ്രത്യേക പരിശീലനം ലഭിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100ഓളം വളണ്ടിയർമാരുടെ സേവനം നിരവധി ജീവൻ രക്ഷിക്കുന്നതിലും ജനങ്ങളെ മാറ്റിത്താമസിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. മൃതദേഹങ്ങൾ എംബാം ചെയ്യൽ, മോർച്ചറി സേവനങ്ങൾ, മൃതദേഹങ്ങൾ അടക്കം ചെയ്യൽ, ആംബുലൻസ് സർവീസ് തുടങ്ങിയ മേഖലകളിൽ സ്തുത്യർഹമായ സേവനമാണ് ഇവർ നിർവഹിച്ചത്. ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ 30 തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷൻ അടിയന്തര സ്വഭാവത്തിൽ ദുരിതാശ്വാസ സെൽ പ്രവർത്തനം ആരംഭിച്ചു. സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവർക്കുള്ള അവശ്യ സാധനങ്ങൾ അടങ്ങിയ എമർജൻസി കിറ്റുകളും ക്യാമ്പുകളിലേക്ക് മാറിയവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവയും ദുരിതാശ്വാസ സെല്ലിൻ്റെ മേൽനോട്ടത്തിൽ എത്തിച്ചു നൽകി. മൃതദേഹങ്ങൾ മോർച്ചറിയിലെത്താൻ തുടങ്ങിയപ്പോൾ മുതൽ വനിതാ വളണ്ടിയർമാർ സേവന സന്നദ്ധരായി രംഗത്തുണ്ടായിരുന്നു. വൈകാതെ തന്നെ മൃതദേഹങ്ങൾ എംബാം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഹോസ്പിറ്റലിലും താൽക്കാലിക മോർച്ചറികളിലും സജ്ജമാക്കി. മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനായി 30ഓളം മൊബൈൽ ഫ്രീസറുകളാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ മുഖേന സംഘടിപ്പിച്ചു നൽകിയത്. മേപ്പാടി ടൗണിൽ സ്ഥാപിച്ച താൽക്കാലിക മെഡിക്കൽ സെൻ്ററിലും പീപ്പിൾസ് ഫൗണ്ടേഷൻ ദുരിതാശ്വാസ സെല്ലിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി. നേത്രപരിശോധന നടത്തി 65 പേർക്ക് പുതിയ കണ്ണടകൾ എത്തിച്ചു നൽകി. മാനസിക പ്രയാസം നേരിടുന്നവർക്ക് വീടുകളിലെത്തി കൗൺസിലിംഗ് നൽകി. ആദ്യഘട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷം താൽക്കാലിക പുനരധിവാസത്തിലാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 25 കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി പീപ്പിൾസ് ഫൗണ്ടേഷൻ താൽക്കാലിക താമസം ഒരുക്കി നൽകി. ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിയ നിരവധി കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾ, കട്ടിൽ, ബെഡ്, മേശ, അലമാര, കസേര, അടുപ്പ്, പാത്രങ്ങൾ, അടുക്കള സാമഗ്രികൾ എന്നിവ വളണ്ടിയർമാർ വീടുകളിൽ എത്തിച്ചു നൽകി. തയ്യൽ മെഷീൻ, കാർപ്പൻട്രി തുടങ്ങിയ തൊഴിൽ ഉപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകി. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി മേപ്പാടിയിലെ പീപ്പിൾസ് ഫൗണ്ടേഷൻ സെൽ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. ഔദ്യോഗിക സംവിധാനങ്ങൾ പോലും ഉരുൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കാലതാമസം നേരിട്ട ഘട്ടത്തിലാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പീപ്പിൾസ് ഫൗണ്ടേഷൻ ദുരന്ത ആഘാത പഠനം നടത്തിയത്. ഉരുൾപൊട്ടൽ സംബന്ധിച്ചും നഷ്ടങ്ങളെ സംബന്ധിച്ചും സാറ്റലൈറ്റ് സർവേയിലൂടെയും ദുരന്തബാധിതരിൽ നിന്നും നേരിട്ടും വിവരങ്ങൾ ശേഖരിച്ച് പ്രാഥമിക പഠന റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു. ഇതിനായി പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കി റിപ്പോർട്ടും ജിയോ മാപ്പിങ്ങിലൂടെ തയ്യാറാക്കിയ വീഡിയോയും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾ ദുരന്ത ആഘാതത്തിൻ്റെ ആദ്യത്തെ വിദഗ്ധ പഠന റിപ്പോർട്ട് ആയിരുന്നു അത്. 2018-ലെയും 2019-ലെയും പ്രളയ പുനരധിവാസവും പുത്തുമല, കവളപ്പാറ ഉരുൾ ദുരന്ത പുനരധിവാസ പദ്ധതിയും കോവിഡ് പുനരധിവാസ പദ്ധതിയും വിജയകരമായി പൂർത്തീകരിച്ച അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ചൂരൽമല, മുണ്ടക്കൈ ഉരുൾ ദുരന്തബാധിതർക്കായി പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രത്യേക പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കുന്നത്. പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി മേപ്പാടി കാപ്പംകൊല്ലിയിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ റീജിയണൽ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സെൻറ്റർ കേന്ദ്രീകരിച്ച് തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇതിനോടകം തന്നെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്.